എൻ്റെ കയ്യിൽ 2 കമ്പിയൊക്കെ ഉണ്ടല്ലോ, എന്താ പരിപാടി? ഇത് ശരിക്കും ഇതൊരു സയൻസ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ 2 കമ്പിയില്ലേ, ഇത് വെറും കമ്പിയല്ല, ഇത് 2 കോപ്പർ കമ്പിയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇത് നമ്മളിപ്പോൾ നമ്മളെ സ്ഥലത്ത് കോയൽ കിണറിൻ്റെ സ്ഥാനം നോക്കുകയാണ്. ഈ കമ്പി വെച്ചിട്ട് ഇത് കണ്ടോ, അങ്ങോട്ട് ഒന്നുകൂടി അടുത്തേക്ക് വന്നോ. ഇത് കണ്ടോ, ഈ 2 കമ്പി ഇങ്ങനെ പോകുമ്പോഴേ ഇത് അടുക്കുന്ന സ്ഥലത്ത് വെള്ളം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് വെള്ളമുള്ള സ്ഥലത്ത് ഇത് ആകർഷിക്കും, പരസ്പരം ആകർഷിക്കും, അല്ലെങ്കിൽ വികർഷിക്കും. അതെ, ഇത് കണ്ടോ, അതിപ്പോൾ ഇവിടെ വെള്ളമുള്ള സ്ഥലമാണിത്. ഇതിങ്ങനെ പോകുമ്പോൾ ഉണ്ടോ, ഇങ്ങനെ പോകുന്നുണ്ട്. ഉണ്ടോ, ഇവിടെ എത്തിയപ്പോൾ തിരിച്ച് അതേപോലെ അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് വെള്ളമില്ല കുറച്ച് സ്ഥലം, അവിടെ നമുക്കൊരു വെള്ളമുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ സ്ഥലത്തെത്തി വേണോ, നേരത്തെ കണ്ടേ അതേ ലൊക്കേഷൻ തന്നെ ഇത്. അത് ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു ലൊക്കേഷനിൽ വെള്ളമുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഇങ്ങനെ ഒരു അടയാളം ആക്കിയിട്ടുണ്ട്. ആ അടയാളമൊക്കെ പോകും. ഇതൊരു കല്ലെന്തെങ്കിലും ഇതുണ്ടോ, ഇതിപ്പോൾ എനിക്ക് വയ്ക്കാം. ഇതിപ്പോൾ എനിക്ക് ഒരു വിശ്വാസം വന്നണോ അതിനകത്ത്? വന്നണോ? ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ആകർഷിച്ചു അല്ലേ? കമ്പി പോയില്ലേ? ഇനി അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എന്താണ് തിരിച്ചു പോകില്ലേ? ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ അങ്ങോട്ട് പോയോട്ടെ. എന്താ കുറച്ചുകൂടെ മുന്നോട്ട് പോയിക്കാം. ഞാൻ കുത്തിയ സ്ഥാനത്ത് തന്നെയാണോ എൻ്റെ സ്ഥലം എന്ന് അറിയാലോ അല്ലേ? കറക്റ്റ് അല്ലേ? ഇവിടെ ഇത് നമുക്ക് ഇവിടെ കിണർത്താൻ കഴിയൂല. എന്താ കിണർത്താൻ കഴിയാത്ത ഉണ്ടോ അല്ലേ? അല്ല, അടിപൊളി സ്ഥലമല്ലേ? വേറെ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കിയാ, മുന്നോട്ട് എവിടെ ഉണ്ടോന്ന്. അവിടെയൊക്കെ ഉണ്ട് അല്ലേ? ആ ലൊക്കേഷനിലും ഇല്ലേ? ഇവിടെ അല്ല, ഇങ്ങോട്ട് വരുന്തോറും കുറവല്ലേ? ഇങ്ങോട്ടേക്കുണ്ട്. നീ അങ്ങോട്ട് ആ ഭാഗത്ത് കുടിക്കും പോയിക്കേ. അധികം പോവാൻ ഇവിടെ പുല്ലവിടെ ഉണ്ട്. ആ ഏരിയയിലുണ്ട് അല്ലേ? ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കിണർ കുത്തി വെക്കല്ലേ? കോയൽ കിണർ എത്തി വെക്കല്ലേ? ഇത് കോയലിൻ്റെ സ്ഥാനമാണെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ കിണറിൻ്റെ ഒരു സ്ഥാനത്തെക്കുറിച്ച് അറിയില്ല. പക്ഷെ അത് നമ്മൾ പോയി നോക്കിയ സ്ഥലത്തൊക്കെ ഈ കോയൽ കിണർ കുത്തിയപ്പോൾ എന്താ പറയുക, അവിടേക്കൊക്കെ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളം ഉണ്ട് അല്ലേ? ഇതുണ്ടോ, ഇതിൻ്റെ നമ്മളെ കൈയിൻ്റെ ഏകദേശം ഇത്ര പോലെ ഒരു കമ്പി, കുറച്ചുകൂടി കൂടുതൽ വേണം. അതിങ്ങനെ വളച്ച് വെക്കുക. അങ്ങനത്തെ 2 പീസാണ് കേട്ടോ അത്. അപ്പോൾ ഈ 2 പീസ് നമ്മൾ മുറുക്കി പിടിച്ചാൽ ഒരു സാധനം അനങ്ങൂലല്ലോ. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ പിടിക്കുക. ഫ്രീ ആയിട്ട് പിടിക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്താ വെച്ചാൽ ആ സാധനം ഉണ്ടോ ഇങ്ങനെ വളയും. ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ തിരിച്ചു പോയാൽ അതേപോലെ തന്നെ, വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ച് അതേപോലെ പോവുകയും ചെയ്യും. അപ്പോൾ ആർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പല സ്ഥലത്ത് കോയൽ കിണർ കുത്തിയ ആളുകളും അതുപോലെ തന്നെ കോയൽ കിണർ ഇല്ല സ്ഥലത്തൊക്കെ അവർക്കൊക്കെ വേണമെങ്കിൽ എന്താ സ്വയം ട്രൈ ചെയ്ത് നോക്കാം. ഇത് എന്താ പറയാ, നമ്മളിപ്പോ കണ്ട് ഇതന്നെ കണ്ടിട്ട് കുത്താൻ നിൽക്കണ്ട, നിങ്ങൾക്ക് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് കൺഫേം ചെയ്യാം. പക്ഷെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇത് കോയൽ കിണർ ഉള്ളൊരു ഭാഗത്ത് ഞങ്ങൾ നോക്കിയതിൻ്റെ അതേപോലെ ഇപ്പോൾ നോക്കിയതിൻ്റെ കുറച്ച് വീഡിയോസ് ഇതിനകത്ത് ഉൾപ്പെടുത്തി തരാം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെയും കിണർ കുത്താണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് ഇതിവിടെ കോയൽ കിണർ ഉള്ള സ്ഥലമാണ്. ഇതിൻ്റെ അടിയിൽ മൂടി വെച്ചാണ് ഇതുണ്ടാകുമ്പോൾ ഇത് കമ്പി ഇങ്ങനെ പോയി. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കിയുണ്ടോ, ഇവിടെ എത്തുമ്പോഴത്തേനും എന്താ വെച്ചാൽ കമ്പി തിരിച്ചു പോയി. അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ, കമൻറ്റും കൂടി ചെയ്യണേ.